بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. رسول الله صلى الله عليه وسلم പാലൂട്ടിയവർ, അദ്ദേഹത്തെ താലോലിച്ചവർ എന്നിവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഹലീമ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുക്കാൻ വേണ്ടി മക്കയിലേക്ക് വരുന്ന സംഭവമാണ് പറയാനിരുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ഖാൽ, നമുക്കെന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ആശയം മാത്രം, മലയാളം മാത്രം പറയാം, അർത്ഥം മാത്രം പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഹലീമ ബിൻതുൽ ഹാരിസ് എന്നിവർ എന്ത് ചെയ്തു, മക്കയിലേക്ക് വന്നു. അതായത് റസൂലുള്ളാഹി ജനിച്ചെന്ന് അറിഞ്ഞിട്ടല്ല, മറിച്ച് ആരുടെ കൂടെയാണ്? ഫിനുസ്വത്തിൻ മിൻ ബനി സഅദ് ഇബ്നു ബക്കർ യൽതമിസൂന റുദഅ ബിമക്ക. അവർ ഒരു കൂട്ടം പെണ്ണുങ്ങളുമായിട്ട് വരികയാണ്, സ്ത്രീകളുമായി. എന്താണ് കാര്യം? മക്കയിൽ നിന്നും പാല് കുടിക്കാനുള്ള കുട്ടികൾ, അന്നത്തെ സിസ്റ്റമാണ്, പാല് കുടിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ പാല് കൂട്ടാൻ വേണ്ടി ഉമ്മമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് എന്താണ്, അന്നത്തെ സിസ്റ്റമാണ്. അപ്പോൾ ഈ ബനു സഅദ് ഗോത്രത്തിലുള്ള പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മക്കയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഹലീമ പറഞ്ഞു. അപ്പോൾ ഹലീമ സംഭവം പറയാണ്, ഞാൻ ഒരു പഴയ ഒരു വെളുപ്പും ചുവപ്പും കലർന്ന ഒരു കളറുള്ള ഒരു കഴുത, ആ കഴുതപ്പുറത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ സ്ത്രീകളൊക്കെ ഒരുമിച്ച് അവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് അൽ ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ അദ്ദേഹമുണ്ട്, എൻ്റെ ഭർത്താവ് അൽ ഹാരിസുമുണ്ട്. അഹദു ബനി സഅദ് ഇബ്നു ബക്കർ, ആ ഗോത്രത്തിലെ ഒരാളാണ്. ثم أحد بني ناظرة قد أدمت أتاننا. ഞങ്ങളുടെ കഴുത നടന്ന് അതിൻ്റെ കാലുകളൊക്കെ പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്. അതായത് കഴുതക്ക് വയ്യ, കഴുതക്ക് തീരെ ശേഷിയില്ല, അത് കല്ലുമേലടിച്ച് കല്ലിന്മേലൊക്കെ അടിച്ച് പൊട്ടി ചോരയൊലിക്കുന്നൊരു കഴുതയാണ് ഞങ്ങളുടേത്. ومعي بالركب شارف والله ما تبضي بقطرة لبن. എന്നെ അറബിയിൽ കിടന്നില്ലേ. അതായത് ഞങ്ങളുടെ കൂടെ നിന്നുണ്ട് ഒരൊട്ടകമുണ്ട്, അതിന് പ്രായമായിട്ടുണ്ട്, അതൊരു തുള്ളി പാല് തരൂല, അള്ളാഹുവാണ്, അതൊരു തുള്ളി പാല് തരികയില്ല. അങ്ങനത്തെ ഒരൊട്ടകമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളീ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ ക്ഷാമമുള്ള കാലഘട്ടമാണ്. ഷഹബ, വളരെ ക്ഷാമം പിടിച്ച, ഒന്നും കിട്ടാത്ത, ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ഒരു കാലത്താണ് ഞങ്ങൾ പോകുന്നത്. ജനങ്ങളെല്ലാവരും വിശന്നിട്ടുണ്ട്, അവർ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, മനുഷ്യരെല്ലാവരും. എൻ്റെ മകൻ എൻ്റെ കൂടെയുണ്ട്. ആ മകൻ്റെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ രാത്രി, അതായത് രാത്രിയായി കഴിഞ്ഞാൽ കുട്ടി ഉറങ്ങൂല. കാരണം എന്താണ്? അവനെ ഉറക്കാൻ വേണ്ടി കയ്യിൽ കൊടുക്കാൻ പറ്റിയ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. അവന് തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ പാല് കൊടുക്കാനോ, അവരുടെ പാല് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, കാരണം കഴിക്കാനൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ മഴ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ എന്തില്ല, അതിനും പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ്. ഞങ്ങൾക്ക് കുറച്ച് ആടുകളുണ്ട് നാട്ടിൽ, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥ. കുട്ടിക്ക് കൊടുക്കാൻ പോലും ഒന്നുമില്ല, സ്വന്തം മാറിടത്തിൽ പോലും പാല് വരുന്നില്ല, ആ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയപ്പോൾ ഞങ്ങളെല്ലാ പെണ്ണുങ്ങൾക്കും റസൂലുള്ളാഹിനെ കാണിച്ചു തന്നു. ഇവിടെ ഒരു കുട്ടിയുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ട്, അപ്പോൾ അവരെ പാലൂട്ടാൻ വേണ്ടി എടുക്കുക. എല്ലാ പെണ്ണുങ്ങളും അവരെ എടുക്കുന്നതിൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എടുക്കുന്നത് എന്ത് ചെയ്തു, ആരും ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഇഷ്ടമല്ല റസൂലുള്ളാഹിനെ എടുക്കാൻ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, യതീമാണ്. ഈ പാലൂട്ടാൻ വരുന്ന സ്ത്രീകൾ ആരാണ് ഒരു പരിഗണിക്കുക? വാപ്പയാണ് പരിഗണിക്കുക. വാപ്പയാണ് എന്തെങ്കിലുമൊക്കെ തരിക.
എന്നാൽ ഈ കുട്ടിക്ക് വാപ്പയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്താ ഇപ്പോൾ എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അമ്മാവനൊക്കെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആരും എടുത്തില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്ത് ചെയ്തു? ഓരോ പാൽ കൂട്ടാൻ വേണ്ടി ഓരോ കുട്ടികളെടുത്തു. അവരൊക്കെ ഓരോരുത്തരെ പോയി എടുത്തു. നോക്കുമ്പോൾ എന്താണ് അവസ്ഥ? എനിക്കാരെയും കിട്ടിയില്ല. അങ്ങനെ ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി. ആ കുട്ടീനെ എടുക്കാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അതായത് മുഹമ്മദ് ഈ കുട്ടിയെ എടുക്കാമെന്ന് ഞാൻ കരുതിപ്പോയി. അങ്ങനെ ഞാൻ എടുത്തു. എന്നിട്ട് പറയണം, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഈ കുട്ടിയല്ലാണ്ട് വേറൊരാളും കിട്ടിയില്ലല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കുട്ടീനെ എടുത്തത്. കാരണം ബാപ്പില്ലാത്ത കുട്ടിയാണ്, എന്ത് തരാനാണ് അവർ? ശരി, അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ യത്തീം കുട്ടീനെ എടുക്കുകയാണ്. അള്ളാഹുവാണ് സത്യം, ഞാൻ ഈ യത്തീം കുട്ടിയെ എടുക്കുകയാണ്. കാരണം നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ കൊണ്ട് ഉപകാരം തന്നേക്കാം. പിന്നെ വേറൊരു വിഷയം എന്താണ്? ഞാൻ ഒന്നും എടുക്കാതെ, ഒരു കുട്ടീനെ എടുക്കാതെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? എല്ലാവർക്കും കൊണ്ട് ഓരോ കുട്ടികൾ, എനിക്ക് മാത്രം ഒരു കുട്ടിയില്ല. ഞാൻ എന്തായാലും ഇതിനെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുട്ടീനെടുത്തു. അപ്പോൾ ഭർത്താവും പറഞ്ഞു, എന്നാൽ പിന്നെ അത് നീ പറഞ്ഞത് തന്നെ ശരി എന്ന് ഭർത്താവും പറഞ്ഞു. قالت فأخذته فأتيت به الرحلة فوالله ما هو إلا أن أتيته به الرحلة فأمسيت أقبل ثدياي باللبن. പറയാണ്, ഞാൻ ഈ കുട്ടിയെയും കൊണ്ട് ഞങ്ങളുടെ യാത്രാ സംഘത്തിൻ്റെ യാത്രാവാഹനത്തിനടുത്തെത്തി. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്ക് എൻ്റെ മാറിടങ്ങളിലതാ പാല് നിറഞ്ഞിരിക്കുന്നു. സ്വന്തം മാറിടത്തിൽ പാല് നിറഞ്ഞിരിക്കുന്നു. കാരണം വിശപ്പ് കൊണ്ടൊന്നുമില്ലാതിരുന്ന അവിടെ തൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ ആവശ്യമായ പാല് അവിടെ അതാ നിറഞ്ഞിരിക്കുന്നു. ഹത്താ അർവൈതുഹു, ഞാൻ എന്ത് ചെയ്തു? ഈ കുട്ടിക്ക് പാല് കൊടുത്തു, റസൂലുള്ളാഹിക്ക് പാല് കൊടുത്തു. വാർവൈതു അഖാഹു, അവൻ്റെ സഹോദരനെയും ഞാൻ പാലൂട്ടി. ആരാണത്? സ്വന്തം മകൻ. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും എന്ത് ചെയ്തു? ഞാൻ പാല് കൊടുത്തു. വഖാമ അബൂഹു ഇലാ ശാരിഫിൻ തിൽക യൽമസുഹ. അങ്ങനെ പിന്നെ വാപ്പ എന്ത് ചെയ്തു? വാപ്പ നമ്മളെ ഒട്ടകം ഉണ്ടല്ലോ, അവരുടെ കൂടെ വന്ന ഒട്ടകം, ആ ഒട്ടകത്തിനെ നോക്കിപ്പോയി. അതാ നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ അകിടിൽ നിറയെ പാല് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം അത് കറന്നു. അങ്ങനെ അത് എന്നെ കുടിപ്പിച്ച് എൻ്റെ ദാഹം ശമിപ്പിച്ചു. അദ്ദേഹം കുടിച്ച് അദ്ദേഹത്തിൻ്റെ ദാഹവും ശമിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഹലീമ, ഭർത്താവ് പറഞ്ഞു, ഹലീമ തഅലമീന വല്ലാഹ്, നീ അറിഞ്ഞോ? അല്ലാഹുവാണ് സത്യം, ലഖദ് അസബ്നാ നസ്മതൻ മുബാറക, ബറക്കത്തുള്ളൊരു കുട്ടിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇത് വല്ലാത്തൊരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കാത്തത്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നമുക്ക് അല്ലാഹ് തന്നത്. ഈ ഒട്ടകത്തിൻ്റെ പാല് നിറയുന്നത് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒട്ടകത്തിലാണ് അല്ലാഹു എന്ത് ചെയ്തിട്ടുള്ളത്? പാല് നിറച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും നല്ല രാത്രി ഞങ്ങൾ ഉറങ്ങി. അതായത് ഇത്രയും ദിവസം രാത്രി ഞങ്ങളെ കുട്ടി ഉറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ രാത്രി ഞങ്ങൾ സുഖമായി ഉറങ്ങി. വിശപ്പടങ്ങിക്കൊണ്ട് ഞങ്ങളുടെ കുട്ടിയായിട്ട് രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ നല്ല സുഖത്തിൽ ഉറങ്ങി. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. തിരിച്ചു പോവുകയാണ്. എൻ്റെ കൂട്ടുകാരികളുമുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ആ ചുവപ്പ് കലർന്ന വെള്ള നിറമുള്ള കഴുതപ്പുറത്ത് ഞാൻ കയറിയപ്പോൾ ഞാൻ കുട്ടിയെ, അതായത് റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കൂടെ എടുത്തു വെച്ചപ്പോൾ ഹലീമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉള്ളത്? അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ ആ യാത്രാവാഹനങ്ങളെ മുഴുവൻ, ബാക്കിയുള്ളവരുടെ യാത്രാവാഹനങ്ങളെ മുഴുവൻ ഞങ്ങൾ മറികടന്നു. ഞങ്ങൾ മുന്നിലെത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, ഏയ് നിൽക്ക്, ഒന്ന് നിൽക്ക്. എന്നിട്ട് ചോദിച്ചു, ഇതല്ലേ നീ ഇങ്ങോട്ട് വന്ന അതേ കഴുതന്നല്ലേ ഇത്? നീ മക്കയിലേക്ക് വന്ന അതേ കഴുതന്നല്ലേ ഇത്? അപ്പോൾ പറഞ്ഞു, അതെ, അത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ കാലുകളൊക്കെ ആകെ പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നല്ലോ, തീരെ വയ്യാതിരുന്ന കഴുതയാണല്ലോ. ഇതെന്താണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ? ഫമാ ശഅനുഹ, ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ? അപ്പോൾ ഹലീമ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഞാൻ അതിന് മുകളിൽ ഒരു മുബാറക്കായ കുട്ടിയെ വഹിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ വെച്ചിട്ടുള്ളത് ആരെയാണ്?
ഒരു ബറക്കത്താക്കപ്പെട്ട കുട്ടിയെയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഖൈറല്ലാതെ വേറൊന്നും വർദ്ധിച്ചിട്ടില്ല. ഖൈറുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വരൾച്ചയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷാമമാണ്, വരൾച്ചയാണ്. പക്ഷേ ഞങ്ങളുടെ ആടുകൾ പോയി എന്നിട്ടോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കന്നുകാലികൾ പോയി തിരിച്ചു വരുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ആടുകളൊക്കെ നല്ല വിശപ്പൊക്കെ മാറി നല്ല തടിച്ചു വെച്ചിട്ടാണ്. ബാക്കി ഞങ്ങളുടെ നാട്ടിലെ ആടുകൾ അവരും മേയാൻ പോകും, ആ ആടുകളും മേയാൻ പോകും. പക്ഷെ അവർ തിരിച്ചു വരുന്നതോ വിശന്നൊട്ടിയ വയറുമായിട്ടായിരിക്കും. അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, അങ്ങനെ ആളുകൾ ഞങ്ങൾ പാല് കറക്കും, അതുപോലെ തന്നെ ഞങ്ങൾ കുടിക്കും. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇതെന്താണ് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സയുടെ ആടുകൾക്ക് എന്താണ് കാര്യം, അവരുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഹലീമയുടെ ആടിനെന്താണ് ഇങ്ങനെ, അവർ വിശപ്പ് മാറിയിട്ടാണല്ലോ തിരിച്ചു വരുന്നത്, നമ്മളുടെ ആടുകൾ വിശന്നിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. ആളുകൾ നാട്ടുകാർ പറയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ അവർ തീരുമാനിച്ചു, ഹലീമയുടെ ആടുകൾ മേയുന്നത് പോലെ ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ആടുകളെ മേയ്ക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ആളുകളൊക്കെ ചർച്ചാ വിഷയമായി. ഈ ആടുകൾ വയറ് നിറഞ്ഞിട്ട് നമ്മളുടെ ആടുകളൊക്കെ വയറ് നിറയാതെ, അപ്പോൾ പിന്നെന്ത് ചെയ്യുക, ഹലീമയുടെ ആടുകൾ എവിടെയാണ് മേയ്ക്കുന്നതെന്ന് നോക്കി അവിടെ പോയി നമ്മളുടെ ആടുകളെ മേയ്ക്കാം. പക്ഷേ കാര്യം എന്തായിരുന്നു, റിസൾട്ട് എന്തായിരുന്നു? റിസൾട്ട് നേരത്തെ കണ്ടത് തന്നെ. ഹലീമയുടെ ആടുകൾ നല്ല നിറഞ്ഞ വയറുമായി തിരിച്ചു വരും, ബാക്കിയുള്ളവരുടെ ആടുകൾ സാധാരണ പോലെ വിശന്നൊട്ടിയ വയറുമായി തിരിച്ചു വരും. അങ്ങനെ ഹലീമ അവർ പറയുകയാണ്, ഒരു കുട്ടിയും റസൂലുള്ളാഹിന്റെ പോലെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് വളർച്ച പ്രാപിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസത്തിൽ ഒരു മാസത്തിൻ്റെ വളർച്ച പ്രാപിച്ചിരുന്നു. ഒരു ദിവസത്തിൽ ഒരു മാസത്തിൻ്റെ കുട്ടിയുടെ വളർച്ച പ്രാപിച്ചു. ആ രൂപത്തിൽ വയഷിബു ഫി ശഹരി ശബാബ സന, അവർ പറയാണ്, ഹലീമ പറയാണ്, ഒരു വർഷത്തിൻ്റെ വളർച്ച ഒരു മാസത്തിൽ, ആ രൂപത്തിൽ എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർച്ച പ്രാപിച്ചു, യുവത്വത്തിലേക്ക് വന്നു. 2 വർഷം അങ്ങനെ ഞങ്ങൾ പൂർത്തിയാക്കി. 2 വർഷം പൂർത്തിയാക്കി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ മക്കയിലേക്ക് തിരിച്ചുപോയി. ഞാനും അവൻ്റെ പിതാവും, അതായത് ഞാനും ഭർത്താവും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ നുഫാരിഖുഹു അബദ വനഹ്നു നസ്തതി, ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവനെ പിരിയൂല. എന്താണ് ശപഥം ചെയ്തത്? അല്ലാഹുവാണ് സത്യം, ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഇവനെ പിരിയൂല, ഞങ്ങൾ വിട്ടുകൊടുക്കൂല ഇവനെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഫലമ്മാ അതൈനാ ഉമ്മഹു ഖുൽനാ അയ് ധിർ വല്ലാഹി മാ റഅയ്നാ സബിയ്യൻ ഖത്തു അഅദമ ബറകത മിൻഹു. അവർ ഞങ്ങൾ പറഞ്ഞു, എന്തേ ഉമ്മ, ഇതേപോലത്തെ ഒരു കുട്ടിനെ, ഇതേപോലത്തെ ബറക്കത്തുള്ളൊരു കുട്ടിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഇതേപോലത്തെ ഒരു കുട്ടിനെ കണ്ടിട്ടില്ല. വഇന്നാ നതഖവഫു അലൈഹി വബാഅ മക്കത വഅസ്ഖാമഹാ. അവർ പറഞ്ഞു, മക്കയിലെ രോഗങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പടർച്ചവ്യാധികൾ, അതൊക്കെ ഇവനെ ബാധിക്കുമെന്ന് ഞങ്ങൾ പേടിക്കുന്നുണ്ട്. ഫദഈഹി നർജിഉ ബിഹി ഹത്താ തബ്രഇ മിൻ ദാഇകി, നിന്റെ രോഗമൊക്കെ ഒന്ന് മാറുന്നവരെ ഞങ്ങൾ തിരിച്ചിട്ട് ഇവനെ കൊണ്ടുപോവാം, എന്നിട്ട് പിന്നെ കൊണ്ടുവന്നാൽ പോരെ. ഫലം നസൽ ബിഹാ ഹത്താ അദിനത്, ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പറഞ്ഞിട്ട് സമ്മതിക്കുന്നത് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇലാഹുന അവിടെ വരെ മതി. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം, അതായത് ഇൻഷാ അല്ലാഹ് നാളെയല്ല ശനിയാഴ്ച ബാക്കി വായിക്കാം. ഇലാഹുന വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.